ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫാസ് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ്ഗ് കൊണ്ട് നമുക്ക് എങ്ങനെ പിസ്സ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കാരണം ഉണ്ടാക്കി വെക്കുന്നതേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്കും ഇത് കാലിയാവും. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്നത് പോലെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ആൻഡ് മറക്കാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എഗ്ഗാണ്. അപ്പോൾ 4 to 5 എഗ്സ് എടുക്കാം. ഇത് ആക്ച്വലി ഈ എഗ്ഗിൻ്റെ അളവൊക്കെ നിങ്ങൾക്കിത് മാറ്റാം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ എഗ്ഗ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 എഗ്സ് ആണ്. അതിലേക്ക് നമുക്ക് ഒരു 50 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ എഗ്ഗും മിൽക്കും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ഈ എഗ്ഗിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ഇടുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ ഉപ്പൊക്കെ നമുക്ക് പിന്നീട് അതിട്ട് കൊടുക്കാം. ഇനി ഒരു പാന് മീഡിയം ഹീറ്റിൽ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഒരുപാട് കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ ബട്ടർ ഇട്ട ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ബട്ടർ വേഗം കരിഞ്ഞു പോകും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടത് ഒരു ചെറിയ സവാള ക്യൂബ്സ് ആക്കി അരിഞ്ഞതാണ്. ഒരുപാട് ചെറിയ ക്യൂബല്ല, എന്നാൽ ഒരുപാട് വലുതുമല്ല, ഒരു മീഡിയം സൈസിലുള്ള ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ക്യാൻഡ് ബട്ടൺ മഷ്റൂം ഇട്ട് കൊടുക്കുന്നുണ്ട്, 2ആയിട്ട് സ്ലൈസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് ഫ്രഷ് മഷ്റൂം വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ക്യാൻഡ് മഷ്റൂം ആകുമ്പോൾ നമുക്ക് വേഗം അത് വെന്ത് കിട്ടും, ഒരുപാട് നേരം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഇതിലേക്ക് ഒരുപാടില്ല കേട്ടോ, ഒരു പിടി, അതായത് ഒരു 10 ടേബിൾ സ്പൂണോളം വരും, അത്രയും മഷ്റൂംസ് ഇട്ടിട്ടുണ്ട്. മഷ്റൂംസും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതലിടാം. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് സോട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഒലിവ്സ് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ ഒലിവ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 1 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസ് ക്യാപ്സിക്കത്തിൻ്റെ ഞാനൊരു 1/4 ഭാഗം മാത്രം ക്യൂബ്സ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബാക്കി കുറച്ച് നമുക്ക് ലാസ്റ്റ് അവസാനം യൂസ് ചെയ്യാൻ വേണ്ടി വെക്കണം. ക്യാപ്സിക്കം ഇട്ട് ഒരുപാട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ടാൽ മതി, നമ്മൾ ഓൾറെഡി എഗ്ഗിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് കുറച്ചൊരു എരിവിനായിട്ട് നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരുപാട് പെപ്പർ പൗഡർ ഇടണ്ട, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. സ്പെഷ്യലി കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് പെപ്പറിൻ്റെ ആവശ്യമില്ല. നമ്മൾ അവസാനം പിസ്സ സോസ് യൂസ് ചെയ്യും, അതിലും കുറച്ചൊരു സ്പൈസ് ഉണ്ടാവും. നമുക്ക് നമ്മൾ പച്ചക്കറികളൊക്കെ ഉണ്ടെന്നല്ലോ കറക്റ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഈ പാനിലോട്ട്. എന്നിട്ട് വേണം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. പതുക്കെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാ സൈഡ്സും ഒരേപോലെ എഗ്ഗ് എത്തുന്ന പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോഴും ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ ബട്ടർ ഇട്ടപ്പോൾ ഉള്ള ലോ ഫ്ലെയിം തന്നെയാണ് ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഈ എഗ്ഗ് ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം. വേവിക്കുമ്പോൾ നമ്മൾ തീയിൽ വേവിക്കരുത്, അതായത് ഡയറക്റ്റ്ലി തീയിൽ വേവിക്കരുത്. നമ്മൾ ഈ പാനിനെ ഒരു പ്രീ ഹീറ്റഡ് ദോശ തവയിലോട്ട്, അതായത് ഏതെങ്കിലും ഒരു പ്രീ ഹീറ്റ് ചെയ്ത ദോശ തവയോ അല്ലെങ്കിൽ പാനോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് ഇത് മാറ്റി വെച്ചിട്ട് വേണം ഒരു 15 to 20 മിനിറ്റ്സ് വേവിച്ചെടുക്കാൻ, ലോ ഫ്ലെയിമിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കണ്ടോ, മുകളിൽ കുറച്ചൊരു ഇതുണ്ട്, അത് പ്രശ്നമില്ല. നമുക്കിനി പിസ്സ സോസും ചീസൊക്കെ ഇട്ട ശേഷം വീണ്ടും വേവിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പിസ്സ സോസ്, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പിസ്സ സോസ് മതി. അത് ഒറിജിനൽ കിട്ടും, ചില സമയത്ത് അത് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം ആ ഫ്ലേവറിലുള്ള പിസ്സ സോസ് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡ്സും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൊസറല്ല ചീസ്, ഞാൻ മൊസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. കുട്ടികൾക്ക് ചീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവിടാം. എത്ര ചീസ് വേണോ അത്ര ഇട്ടാലും നോ പ്രോബ്ലം, ടേസ്റ്റ് കൂടുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും ചീസ് ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചീസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ചീസിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചുകൂടി സവോളയും ക്യാപ്സിക്കമും ഒലിവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കൂടുതലിടാം. അതൊക്കെ നമുക്ക് നോർമലി ഇത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇത് മാറ്റം വരുത്തിക്കാം. ഓക്കെ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഇറ്റാലിയൻ ഹെർബ് യൂസ് ചെയ്താലും മതി, മിക്സ്ഡ് ഹെർബ്സോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രയേ ഉള്ളൂ, ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇനി ഇത് ഈ സെയിം വേ നമ്മൾ ദോശത്തവയിൽ വെച്ചിട്ട് ഈ ചീസ് മെൽട്ട് ആവുന്നത് വരെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ റെഡിയായി, നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ എഗ്ഗ് കൊണ്ടുള്ളൊരു പിസ്സ റെഡിയായി. വളരെ സിമ്പിളല്ലേ ഇതുണ്ടാക്കാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വെരി ടേസ്റ്റിയാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഒന്നാമത് ഹെൽത്തി അല്ലേ, നമ്മൾ മൈദയൊന്നും യൂസ് ചെയ്യുന്നില്ല, എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇത് യൂസ് ചെയ്യാം, ഒരു സ്നാക്കായിട്ട്, ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം, എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.